ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫാമിലിയിൽ എല്ലാവരും കൂടി തൃക്കരിപ്പൂർ ഫെസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കുറേ മുമ്പേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഗാലറിയിൽ ഇങ്ങനെ അനാഥ കുഞ്ഞിനെ പോലെ കിടക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എന്നെ ഇത് എഡിറ്റ് ചെയ്തിടാന്ന്. അപ്പോൾ അങ്ങനെ ഇടുന്നൊരു വീഡിയോ ആണിത്. നമ്മളെല്ലാവരും കൂടിയിട്ട് കാറിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തത്താൻ്റെ മക്കളും നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് എയർപോർട്ട് ആ ഒരു തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ആ തീമും ഡെക്കറേഷൻസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറി. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ്, ഫ്ലൈറ്റിലെ പോലത്തെ സീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ തിളങ്ങുന്ന കുറേ ലൈറ്റും വെച്ചിട്ട് കുറേ മൃഗങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതാ ഇങ്ങനെ കുറേ സൗണ്ടും കുറേ അനിയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതെല്ലാം കണ്ട് ഇങ്ങനെ ഉള്ളിലൂടെ പോയി. അപ്പോൾ അവിടെ കുറേ ഫ്ലവേഴ്സും ഗാർഡനൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നടന്നതിന് ശേഷമാണ് ഫെസ്റ്റിൽ ആ ഒരു കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മളെല്ലാ ഫെസ്റ്റിനും പോകുന്നതാണ്. പിന്നെ ഫാമിലി ടൈം അങ്ങനെ രീതിയിൽ പോയതാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ കുറച്ച് പോപ്കോൺസും ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാനിപൂരീസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അതൊക്കെ വാങ്ങി കഴിച്ചു. പിന്നെ കുറച്ച് മസാലപ്പൊരിയും അങ്ങനെ കുറച്ച് ചാറ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയാണ്. പൊതുവേ ഇങ്ങനത്തെ ചാറ്റ് ഐറ്റംസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫാമിലിയിലത്തെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ ഉണ്ടായ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മസാലപ്പൂരി എന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നല്ല ചൂടുള്ള മസാലപ്പൂരിയും പാനിപൂരിയും ഒക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് സമയം സംസാരിച്ച് അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ആ ഒരു സൈഡിൽ പാട്ടും കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ ആ ഒരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള ആ ഒരു വഴിയിലും ഒരുപാട് ഫ്ലവേഴ്സും ഗാർഡൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ കുറച്ച് മാസ്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എല്ലാവരും ചില്ലറ സാധനങ്ങളും അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കയറിയത് ഈ ആകാശത്തൊട്ടിലത്തെ റൈഡിലാണ്. അപ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കര പേടിയാണ്, പക്ഷെ അവൾ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 ആളാണ് കയറിയിട്ടുണ്ടായിരുന്നത്. ഇത്തത്താൻ്റെ മോനും ഞാനും പിന്നെ എൻ്റെ അനിയനും അനിയത്തിയും. അപ്പോൾ നമ്മൾ 4 ആളും കയറി. ഷോൾക്ക് മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ. അവൾ ഭയങ്കരമായിട്ട് റൈഡ് സ്റ്റാർട്ട് ആകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പേടിച്ചിട്ട്. സ്പീഡ് കൂടിയപ്പോൾ പിന്നെ പറയാൻ വേണ്ട, എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. ഇതേപോലെ ഫേസൊക്കെ കവർ ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവൾ കണ്ണ് പോലും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ 3 ആൾ ഭയങ്കര എൻജോയ് ചെയ്താണ് ആ റൈഡിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അനിയത്തി പിന്നെ കണ്ണ് പോലും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഭയങ്കര ഡ്യൂറേഷൻ ഉണ്ടായ ഒരു റൈഡായിരുന്നു ഇത്. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏറ്റവും ആകാശത്തൊട്ടിൻ്റെ ടോപ്പിലെത്തുമ്പോണ്ടായിരുന്നുള്ള വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഫാമിലിയൊക്കെ അവിടെ വെയിറ്റാക്കി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളെ റൈഡ് കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു ആ വ്യൂ. ഭയങ്കര അടിപൊളിയാണ്. ഒരുപാട് റൈഡ്സും കുറേ ആളൊക്കെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ഫെസ്റ്റ് ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, പക്ഷേ ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരുന്നില്ല. പിന്നെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് തോണിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ക്യൂ നിന്ന് അവസാനം ടിക്കറ്റും കൈക്കലാക്കി നമ്മൾ നേരെ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം ഇതുപോലത്തെ റൈഡ്സും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസ് എവിടെയെങ്കിലും കണ്ടെങ്കിൽ ഞാൻ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അത് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഈ റൈഡിലെ പകുതി ആൾക്കാർ ഭയങ്കര പേടിച്ചാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്, പകുതി ആൾക്കാർ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ റൈഡും കൂടെ കഴിഞ്ഞതിന് ശേഷം വേറെ റൈഡൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർ കളിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഗാനമേള സ്റ്റാർട്ടായി. നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇരിക്കാനൊന്നും സീറ്റ് ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരുന്നു. നമ്മൾ പിന്നെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. അവരുണ്ടായിരുന്ന കുറച്ച് പിള്ളേരൊക്കെ സ്റ്റേജിൽ കയറി ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ പാട്ടൊക്കെ കേട്ട് ഭയങ്കര റിലാക്സ്ഡായി എൻജോയ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.